ഹലോ വെൽക്കം ടു പ്രിസൈസ് ഫോർ സിവിൽ എഞ്ചിനീയേഴ്സ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സ്ട്രക്ചർ അനാലിസിസ് KPSCയിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A statically indeterminate structure is a one which has more constraints that are necessary, less constraints that are necessary, exactly same constraints that are necessary, infinite constraints. അപ്പോൾ എന്താണ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്നുള്ളത് നോക്കാം. ഇഫ് ദ അൺനോൺ ഫോഴ്സസ് ഇൻ എ സ്ട്രക്ചർ കനോട്ട് ബി സോൾവ്ഡ് യൂസിങ് കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം. ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി അഥവാ റിഡൻഡൻസി എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് അൺനോൺ ഫോഴ്സസ് വിച്ച് ആർ ഇൻ എക്സസ് ഓഫ് കണ്ടീഷൻസ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. ഇനി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫോർ എ 2-dimensional structure, sum of horizontal forces equal to 0, sum of vertical forces equal to 0, which means structure translation equilibriumത്തിലാണ്. And the moment about any point in a plane equal to 0, അതായത് സ്ട്രക്ചർ റൊട്ടേഷണൽ equilibriumത്തിലാണ്. അതായത് ഫോർ എ 2-dimensional structure ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റാറ്റിക് equilibrium conditions എന്ന് പറയുന്നത് 3 ആണ്. ഫോർ എ 3-dimensional structure the sum of the force about x, y and z direction equal to 0 and moment about x, y, z direction equal to 0. For a 3-dimensional structure, the number of static equilibrium equations are 6. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് ഒന്നുകൂടെ പോകാം. സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. മോർ കൺസ്ട്രെയിൻറ്റ്സ് ദാറ്റ് ആർ നെസസറി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If a 3-hinged parabolic arch is subjected to a UDL of W per meter over the entire horizontal span, the horizontal thrust will be. Options നോക്കാം. WL² by 3h, WL² by 4h, WL² by 6x, WX² by 8h. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു 3-hinge പാരബോളിക് ആർച്ചാണ്. BA/BB എന്ന് പറയുന്നത് സപ്പോർട്ട് റിയാക്ഷൻസ് ആണ്. HA/HB ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ആണ് അറ്റ് A ആൻഡ് B. അപ്പോൾ UDL കാണിച്ചിട്ടുണ്ട് W ഓവർ ദ എൻറ്റയർ സ്പാൻ. VA പ്ലസ് VB എന്ന് പറയുന്നത് W ഇൻറ്റു L ആണ്. HA/HB ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യം മൊമെൻറ്റ് അബൌട്ട് ദ ഹിഞ്ച് A ആണ് എടുക്കുന്നത്. മൊമെൻറ്റ് അബൌട്ട് ഹിഞ്ച് A ഈക്വൽ ടു 0. അപ്പോൾ റൈറ്റിലുള്ള റിയാക്ഷൻസ് നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് BB ഇൻറ്റു L മൈനസ് UDL എന്ന് പറയുന്നത് W ഓവർ എൻറ്റയർ ലെങ്ത് ക്യാപിറ്റൽ L ആണ്. അപ്പോൾ സ്മോൾ W ഇൻറ്റു ക്യാപിറ്റൽ L ഇൻറ്റു L/2 ഡിസ്റ്റൻസ് ആണ് ഫ്രം സപ്പോർട്ട് റിയാക്ഷൻ A. അപ്പോൾ ഇൻറ്റു L/2 ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ അതിൽ നിന്ന് VB ഈക്വൽ ടു W L/2 എന്ന് കിട്ടും. BA പ്ലസ് VB W L ആയതുകൊണ്ട് തന്നെ VA എന്ന് പറയുന്നതും W L/2 എന്ന് തന്നെ കിട്ടും. ഇനി ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് മൊമെൻറ്റ് അബൌട്ട് ക്രൗൺ പോർഷൻ ചെയ്യാം. അതായത് C എന്നുള്ള പോയിൻ്റ് ഒരു ഹിഞ്ചാണ്. അപ്പോൾ മൊമെൻറ്റ് അബൌട്ട് C ഈക്വൽ ടു 0. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള റിയാക്ഷൻസ് എടുക്കാം. VA ഇൻറ്റു L/2 മൈനസ് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് HA ഇൻറ്റു റൈസ് ഓഫ് ദ ആർച്ച് H ആണ് നമ്മൾ എടുക്കുന്നത് മൈനസ് UDL ഓവർ ദ ഹാഫ് സ്പാൻ സ്മോൾ W ഇൻറ്റു ക്യാപിറ്റൽ L/2 ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം ദ C എന്ന് പറയുന്നത് ഇൻറ്റു L/4 ആണ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നമ്മൾ VAക്ക് W L/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യാം. നമുക്ക് VAക്ക് W L/2 ഇൻറ്റു ക്യാപിറ്റൽ L/2 മൈനസ് HA ഇൻറ്റു സ്മോൾ h മൈനസ് WL² by 8 ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ HA റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് എടുത്ത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ HA WL² by 8h എന്നാണ് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം പിന്നെയും. അപ്പോൾ ഓപ്ഷൻ D ആണ് ആൻസർ വരുന്നത്, WL² by 8h. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആൻഡ് സെലക്ട് കറക്റ്റ് ആൻസേഴ്സ്. M എന്ന് പറയുന്ന നമ്പർ ഓഫ് മെമ്പേഴ്സ്, J നമ്പർ ഓഫ് ജോയിൻസ്, R നമ്പർ ഓഫ് റിയാക്ഷൻ എലിമെൻറ്റ്സ് ആണ്. അപ്പോൾ ലിസ്റ്റ് 1 കൊടുത്തിരിക്കുന്ന പ്ലെയിൻ ഫ്രെയിം, സ്പേസ് സ്ട്രെസ് ആൻഡ് സ്പേസ് ഫ്രെയിം ആണ്. അപ്പോൾ അവരുടെ സ്റ്റാറ്റിക്കൽ ഇൻഡിറ്റർമിനൻസിയുമായിട്ടാണ് നമുക്ക് മാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ കേസിൻ്റെയും സ്റ്റാറ്റിക്കൽ ഇൻഡിറ്റർമിനൻസി എന്താ വരുന്നതെന്ന് നോക്കാം. ഫോർ എ പ്ലെയിൻ ഫ്രെയിം പെർഫെക്റ്റ് ഫ്രെയിമിൻ്റെ കണ്ടീഷൻ 3m ഈക്വൽ ടു 3j മൈനസ് 3.
3m ഗ്രേറ്റർ ദാൻ 3j മൈനസ് 3 ആണെങ്കിൽ അത് റിഡൻഡൻറ്റ് ഫ്രെയിമും 3m ലെസ് ദാൻ 3j മൈനസ് 3നെ ഡെഫിഷ്യൻറ്റ് ഫ്രെയിമുമാണ്. ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് സം ഓഫ് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനൻസി പ്ലസ് എക്സ്റ്റേർണൽ ഇൻഡിറ്റർമിനൻസിയാണ്. ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് എക്സ്റ്റേർണൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിയാക്ഷൻസ് മൈനസ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് കണ്ടീഷൻസ്. ഇവിടെ പ്ലെയിൻ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് 3 ആണ്. അപ്പോൾ R മൈനസ് 3 എന്ന് പറയും. ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് 3m മൈനസ് 3j മൈനസ് 3 എന്ന് വരും. ടോട്ടൽ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക്കൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് 3m പ്ലസ് r മൈനസ് 3j എന്നാണ് വരുന്നത്. ഇനി സ്പേസ് സ്ട്രെസ്സിൻ്റെ കേസ് നോക്കാം. പെർഫെക്റ്റ് സ്ട്രെസ് m ഈക്വൽ ടു 3j മൈനസ് 6, m ഗ്രേറ്റർ ദാൻ 3j മൈനസ് 6 റിഡൻഡൻറ്റ് സ്ട്രെസ്, m ലെസ് ദാൻ 3j മൈനസ് 6 ഡെഫിഷ്യൻറ്റ് സ്ട്രെസ്. ഇവിടെയും ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനൻസി m മൈനസ് 3j മൈനസ് 6, എക്സ്റ്റേർണൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് R മൈനസ് 6 എന്ന് വരും. സ്പേസ് സ്ട്രെസ് ആയതുകൊണ്ട് തന്നെ 3D ആണ്, അതുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയം കണ്ടീഷൻ 6 ആണ്. അപ്പോൾ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് m പ്ലസ് r മൈനസ് 3j. ഇനി ഫോർ എ സ്പേസ് ഫ്രെയിം, പെർഫെക്റ്റ് സ്പേസ് ഫ്രെയിമിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 6m ഇസ് ഈക്വൽ ടു 6j മൈനസ് 6 ആണ്. ഇഫ് 6m ഗ്രേറ്റർ ദാൻ 6j മൈനസ് 6നെ റിഡൻഡൻറ്റ് സ്പേസ് ഫ്രെയിം എന്നും 6m ലെസ് ദാൻ 6j മൈനസ് 6നെ ഡെഫിഷ്യൻറ്റ് സ്പേസ് ഫ്രെയിം എന്നുമാണ് പറയുന്നത്. ഇവിടെ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് 6m മൈനസ് 6j മൈനസ് 6 എന്നും ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് എക്സ്റ്റേർണൽ ഇൻഡിറ്റർമിനൻസി R മൈനസ് 6 എന്ന് വരും. അപ്പോൾ ടോട്ടൽ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് 6m പ്ലസ് r മൈനസ് 6j എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു പോവാം. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരുന്നത് കറക്റ്റായിട്ട് മാച്ച് ചെയ്തപ്പോഴത്തേക്കും. Which arch is statically determinate? Options: single hinged arch, 2 hinged arch, 3 hinged arch and fixed arch. അപ്പോൾ ഞാനിവിടെ ചെയ്തേക്കുന്ന 3 hinged archൻ്റെയാണ്. ഫോർ എ 3 hinged arch, ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക്കൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനൻസി പ്ലസ് എക്സ്റ്റേർണൽ ഇൻഡിറ്റർമിനൻസി ആണ്. ഇവിടെ 3 hinged arch എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ എല്ലാ ഓപ്പൺ സ്ട്രക്ചേഴ്സും ഇൻറ്റേർണലി ഡിറ്റർമിനേറ്റ് ആണ്. അതായത് ഡിഗ്രി ഓഫ് ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനൻസി ഫോർ ഓപ്പൺ സ്ട്രക്ചർ ഈസ് 0. ഡിഗ്രി ഓഫ് എക്സ്റ്റേർണൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിയാക്ഷൻസ് മൈനസ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഇവിടെ R മൈനസ് ഇവിടെ 3 ആണ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് വരുന്നത്. പക്ഷേ നമ്മളൊരു അഡീഷണൽ 1 കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഡ്യൂ ടു എ ഹിഞ്ച് ആണ്. ആ ഒരു ഹിഞ്ചാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അവിടെ മൊമെൻറ്റ് 0 ആയതുകൊണ്ട് തന്നെ നമ്മളൊരു അഡീഷണൽ 1 ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 + 1 എന്ന് വരും. ഇനി നമ്പർ ഓഫ് റിയാക്ഷൻസ് എന്ന് പറയുന്നത് സപ്പോർട്ടിൽ ലെഫ്റ്റ് സപ്പോർട്ടിൽ ഹിഞ്ചിൽ വരുന്ന റിയാക്ഷൻസ് 2 എണ്ണമാണ്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ റിയാക്ഷൻ. സിമിലർലി റൈറ്റ് സപ്പോർട്ടിലും വരുന്നത് 2 റിയാക്ഷൻസ് ആണ്, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആ ഹിഞ്ചിൽ. അങ്ങനെ ടോട്ടൽ റിയാക്ഷൻ 4 വരുന്നു. അപ്പോൾ 4 - 4 0 എന്ന് വരും. വിച്ച് മീൻസ് എ സ്ട്രക്ചർ ഈസ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർച്ച് ഈസ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് എന്ന് ചോദിക്കുമ്പോൾ 3 hinged ആർച്ചാണ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. എ cantilever beam of span L is subjected to a concentrated load W at the free end. The cross section of the beam is rectangular with breadth B unit and depth D units. If E is a modulus of elasticity of the beam, the ratio of maximum deflection to maximum bending stress എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് ഒന്ന് നോക്കാം. 2L²/3 ED, L²/6 ED, L²/4 ED, L²/48 ED. അപ്പോൾ ഫിഗർ ഒരു കാൻറ്റിലിവർ വിത്ത് എ പോയിന്റ് ലോഡ് W അറ്റ് ഫ്രീ എൻഡ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് WL3/3A, സ്ലോപ്പ് WL²/2A ഇത് വരും. ബെൻഡിങ് ഇക്വേഷൻ നോക്കാം. M/I = F/Y = E/R. ഇവിടെ M എന്ന് പറയുന്ന മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്, I എന്ന് പറയുന്ന ഏരിയ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, F എന്ന് പറയുന്ന ബെൻഡിങ് സ്ട്രെസ്, Y എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഓഫ് ലെയർ ഫ്രം ദ ന്യൂട്രൽ ആക്സിസ്. ഇവിടെ നമ്മൾ Ymax ആണ് എടുക്കുന്നത്. E എന്ന് പറയുന്നത് യങ്സ് മോഡുലസ്, R = റേഡിയസ് ഓഫ് കർവേച്ചർ. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ബെൻഡിങ് സ്ട്രെസ് F എന്ന് പറയുന്ന M × Y/A എന്ന് കിട്ടും.
ഫോർ എ റെക്റ്റാങ്കിൾ ഏരിയ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ ബി ഡി ക്യൂ ബൈ 12 ആണ്. വെറസ് വൈ എന്ന് പറയുന്നത് ഇവിടെ വൈ മാക്സ് എടുക്കുന്നതുകൊണ്ട് തന്നെ റേഡിയസ് ആണ്, റേഡിയസ് അല്ല ഡെപ്ത് ബൈ 2 ആണ്. മൊമെൻറ്റ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എൽ എന്ന് വരും. അപ്പോൾ നമുക്ക് റേഷ്യോ ഓഫ് മാക്സിമം ഡിഫ്ലക്ഷൻ ടു മാക്സിമം ബെൻഡിങ് സ്ട്രെസ് എടുക്കാം. അതായത് ഡബ്ല്യു എൽ ക്യൂ ബൈ 3EI ഡിവൈഡഡ് ബൈ എം ഇൻറ്റു വൈ ബൈ ഐ. അപ്പോൾ ഇതിൽ നമുക്ക് എമ്മിന് ഡബ്ല്യു എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2I ക്യാൻസൽ ചെയ്ത് പോവും. അങ്ങനെ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 2/3L² ബൈ ഇ ഇൻറ്റു ഡി എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ ആണ് വരുന്നത്, 2L² ബൈ 3ED. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റാറ്റിക്കൽ ഇൻഡിറ്റർമിനൻസി ഓഫ് എ പ്രോപ്പ് കാൻറ്റിലിവർ ബീം ഈസ്. ഇപ്പോൾ ഫിഗർ ഒരു പ്രോപ്പ് കാൻറ്റിലിവർ ബീമാണ് കാണിക്കുന്നത്. ഇപ്പോൾ സ്റ്റാറ്റിക്കൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ഷൻസ് മൈനസ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. അപ്പോൾ റിയാക്ഷൻസ് വരുന്നത് ഫിക്സഡ് എൻഡിൽ 3 റിയാക്ഷൻസാണ് വരുന്നത്. അടുത്ത എൻഡിൽ റോളർ ആയതുകൊണ്ട് തന്നെ ഒരു റിയാക്ഷനേ ഉള്ളൂ, അതായത് വെർട്ടിക്കൽ റിയാക്ഷൻ. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ഷൻ 4 എന്ന് വരും. 4 - 3 വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ സ്റ്റാറ്റിക്കൽ ഇൻഡിറ്റർമിനൻസി ഓഫ് എ പ്രോപ്പ് കാൻറ്റിലിവർ ബീം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 1. അടുത്ത ക്വസ്റ്റ്യൻ, a 3-inch parabolic arch is subjected to a UDL of 30 kN per meter on the left half of the span. It has a span of 16 meter and a central rise of 3 meter. The horizontal thrust at left support will be. ഓപ്ഷൻസ് ചോദിച്ചിരിക്കുന്നത് 80 kN, 120 kN, 182.3 kN and 160 kN. ഫിഗർ കാണിച്ചിരിക്കുന്ന 3-inch പാരബോളിക് ആർച്ചാണ്. യു ഡി എൽ ഓവർ ദ ലെഫ്റ്റ് സ്പാൻ മാത്രമേ ഉള്ളൂ. യു ഡി എല്ലിൻ്റെ മാഗ്നിറ്റ്യൂഡ് 30 kN per meter ഓവർ ദ സ്പാൻ 8 meter ആണ്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. സപ്പോർട്ട് റിയാക്ഷൻസ് VA + VB ഈക്വൽ ടു 30 × 8 യു ഡി എല്ലിൻ്റെ, അത് 240 വരും. ഇനി മൊമെൻറ്റ് അബൌട്ട് ദ ഹിഞ്ച് ബി എടുക്കാം. മൊമെൻറ്റ് അബൌട്ട് ബി ഈക്വൽ ടു 0. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള റിയാക്ഷൻസ് എന്ന് പറയുന്നത് VA × 16 മൈനസ് UDL 30 × 8 into distance of the centroid from the support reaction B എന്ന് പറയുന്നത്, from the support B എന്ന് പറയുന്നത് 8 + 8/2, അതായത് 8 + 4 12 എന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 30 × 8 × 12 എന്ന് വരും, ഈക്വൽ ടു 0. അതിൽ നിന്ന് നമുക്ക് VA 180 എന്ന് കിട്ടും. VB എന്ന് പറയുന്നത് VA + VB 240 ആയതുകൊണ്ട് തന്നെ VB 16 വരും. ഇനി ഹൊറിസോണ്ടൽ ത്രസ്റ്റ് HA കിട്ടാനായിട്ട് നമ്മൾ മൊമെൻറ്റ് അബൌട്ട് ദ സി ആണ് എടുക്കുന്നത്. മൊമെൻറ്റ് അബൌട്ട് സി അതൊരു ഹിഞ്ച് ആയതുകൊണ്ട് തന്നെ 0 ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള റിയാക്ഷൻസ് എടുക്കുമ്പോൾ -3 × HA എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ത്രസ്റ്റ്, HA × റൈസ് ആണ് എടുക്കുന്നത്. അപ്പോൾ -HA × 3 + 8 × VA മൈനസ് UDL എടുക്കുന്നുണ്ട് 30 × 8 × 8/2. അങ്ങനെയാണ് വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നമ്മൾ VAക്ക് 180 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും HAയുടെ വാല്യൂ 160 എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 160. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. When a UDL shorter than the span is traversing simply supported beam, at any point in the beam, maximum value of bending moment will occur at the. Option A, equally placed about the point. Option B, when the point divides the UDL in the same ratio as it divides the span. Option C, when the load is centrally placed. Option D, when the tail end of the load is at the left end of the beam. Okay, when the UDL is shorter than the span. First case എന്ന് പറയുന്നത് maximum shear force at a given point when the head of the tail of the UDL touches the section. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എ ഗിവൺ പോയിൻ്റ് എന്ന് പറയുന്നത് when the section divides the UDL in the same ratio as it divides the span. അടുത്ത കേസ് അബ്സല്യൂട്ട് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത് at the support ആയിരിക്കും, when the head of the tail is at the support. ഇനി അബ്സല്യൂട്ട് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത് it always happens at the midspan and the center of gravity of the load coincide with the midspan. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ UDL ഷോർട്ടർ ദാൻ ദ സ്പാൻ ചോദിച്ചിരിക്കുന്നത്
വാല്യൂ ഓഫ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. വാല്യൂ ഓഫ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എവിടെയാണ് ഒക്കർ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്, when the point divides the UDL in the same ratio as it divides the span. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കോസ്ഡ് ബൈ എ മൂവിംഗ് ലോഡ് ഓൺ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഈസ്. ഓപ്ഷൻസ് വായിക്കാം. അറ്റ് ദ സപ്പോർട്ടഡ് എൻഡ്സ്, അണ്ടർ ദ ലോഡ്സ്, അറ്റ് ദ മിഡ് സ്പാൻ, അറ്റ് ദ ക്വാർട്ടർ സ്പാൻ. അപ്പോൾ ഒരു സിംഗിൾ കോൺസെൻട്രേറ്റഡ് ലോഡിൻ്റെ ILD ആണ് വരച്ചിരിക്കുന്നത്. മാക്സിമം ഷിയർ ഫോഴ്സ് അറ്റ് എ ഗിവൺ പോയിൻ്റ് എന്ന് പറയുന്നത് when the load is just left or right of the സെക്ഷനിലായിരിക്കും. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എ ഗിവൺ പോയിൻ്റ് എന്ന് പറയുന്നത് when the load is at the given point. ആബ്സല്യൂട്ട് മാക്സിമം ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് will occur at the support when the load is at the support. ആബ്സല്യൂട്ട് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഒക്കർ ചെയ്യുന്നത് മിഡ് സ്പാനിലായിരിക്കും. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കോസ്ഡ് ബൈ മൂവിംഗ് ലോഡ് ഓൺ എ സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വിൽ ബി അണ്ടർ ദ ലോഡ്സ് ആയിരിക്കും, അതായത് ഓപ്ഷൻ ബി. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, given that J is the number of joints, capital V and capital R are the number of members and number of reactions respectively. If B equal to 4, R equal to 3 and J equal to 4, അങ്ങനെയാണെങ്കിൽ ട്രസ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. ഫസ്റ്റ് ഓപ്ഷൻ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ്, ബി സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആൻഡ് സ്റ്റേബിൾ, സി സ്റ്റേബിൾ, ഓപ്ഷൻ ഡി അൺസ്റ്റേബിൾ. ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക്കൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് ഫോർ എ ട്രസ്സാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ M+R-2J എന്ന് വരും. ഇവിടെ R, J ആൻഡ് M അത് ബി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 3 വാല്യൂസും കൊടുത്തിട്ടുണ്ട്, 3, 4 ആൻഡ് 4. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക്കൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് -1 അത് വരും. ഇഫ് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി 0 ആണെങ്കിൽ നമുക്കതിനെ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്നും, ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് എന്നും, ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക്കൽ ഇൻഡിറ്റർമിനൻസി ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അൺസ്റ്റേബിൾ സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിലെ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ദാറ്റ് ഈസ് ദ സ്ട്രക്ചർ ഈസ് അൺസ്റ്റേബിൾ. സ്ട്രക്ചർ അനാലിസിസിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോസ് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ മറ്റ് സബ്ജക്ട്സിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് MCQ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.